ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് രചന നിർവഹിച്ച ഏറ്റവും പുതിയ ചിത്രമാണ് എക്കോ. ഈ സിനിമയുടെ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട്. പേരിൽ മാത്രമല്ല, ഇതിൻ്റെ തീമിലും അതേപോലെ ഇതിൻ്റെ പ്രസൻറ്റേഷനും ഇതിനു മുമ്പ് മലയാള സിനിമ അത്രയധികം കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണ്. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു ആൾക്ക് അല്ലെങ്കിൽ കുറച്ച് സിനിമക്കാർക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. അതാണ് എനിക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നിയത്. കാരണം ഈ സിനിമ അങ്ങനെ മനുഷ്യന്മാരുടെ മാത്രം ഒരു കഥയല്ല പറയുന്നത്. മനുഷ്യന്മാരുടെ കൂടെ നായ്ക്കളുടെ ഡോഗ്സ് അല്ലെങ്കിൽ പട്ടികളും മനുഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തുടങ്ങിയിട്ട് കാലങ്ങളായി. ആ ആത്മബന്ധം എങ്ങനെയാണ് നമ്മുടെ ഒരു പട്ടി അല്ലെങ്കിൽ ഡോഗിനെ മാസ്റ്റർ ഡോഗിൻ്റെ നോക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് അതിനെ ടീം ചെയ്യുന്നത്, എത്രത്തോളം നന്നായി പരിപാലിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, എങ്ങനെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം പട്ടികളെ എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം എന്ത് പഠിപ്പിച്ചാലും നമ്മുടെ ഈ ഡോഗ്സ് അല്ലെങ്കിൽ നായ്ക്കൾ പഠിക്കും. അപ്പോൾ അത് വളരെ ഈവിളായിട്ടുള്ള രീതിയിൽ പഠിപ്പിച്ചാൽ അങ്ങനെയും അത് പഠിക്കും. അപ്പോൾ ഇതിലെ ഒരു മെയിൻ ക്യാരക്ടർ ഈവിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. നടക്കുന്നത് ഈ ഒരു ടൈം പീരിയഡിലല്ല, അതായത് മോഡേൺ ജനറേഷനിലല്ല കഥ നടക്കുന്നത്. ഇത് നടക്കുന്നത് എനിക്ക് മനസ്സിലായത് ലോകമഹായുദ്ധ കാലത്ത് നടക്കുന്നുണ്ട് ചെറിയൊരു ഏരിയ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇതിൽ ലോറി, ട്രക്ക് ഇതൊക്കെ വേറൊരു തരത്തിലാണ്. ഇതിൻ്റെ ഒരു പഴയ നമ്മുടെ ടാറ്റയുടെ ലോറി ഒക്കെ അല്ലേ, അതുപോലത്തെ ഒരു ലോറിയൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. ഇതൊരു പഴയ കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബട്ട് ദെൻ ആൾക്കാർക്കൊന്നും അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ളൊരു മേക്കപ്പോ അങ്ങനെയൊന്നുമല്ല. മോശം എന്നല്ല ഉദ്ദേശിച്ചത്, ആ ഒരു തരത്തിലുള്ള മേക്കപ്പ് അല്ല, ഒരു നല്ലൊരു മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. കഥ എന്ന് പറയുന്നത് ഡോഗ് ബ്രീഡേഴ്സ് ആയിട്ടുള്ള രണ്ടുപേർ, അതായത് വീട് ചെയ്യുന്ന മാത്രം എന്ന് പറയുന്ന കഥാപാത്രവും അതുപോലെ തന്നെ കുര്യച്ചൻ എന്ന് പറയുന്ന ആളാണ് മെയിനായിട്ടുള്ള ഒരു കഥാപാത്രം. അയാളാണ് മെയിനായിട്ടുള്ള ഡോഗ് ബ്രീഡർ. അയാൾ വളരെ ഒരു കണ്ണിങ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ നടത്തും എന്നാണ് സിനിമയിൽ പറയുന്നത്. അയാളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു മിസ്റ്ററിയാണ് സിനിമ. ഇയാൾ പല രാജ്യങ്ങളിലും, നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ട പോലെ പല രാജ്യങ്ങളിലേക്കും ഇയാൾ പോകുന്നുണ്ട്. അയാൾ പോയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ക്രൈം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അയാളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, മിസ്റ്ററി ഈസ് സറൗണ്ടഡ് വിത്തിൻ ഹിം. ഭയങ്കര ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറാണ്. എല്ലാവരും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. വിനീത് ചെയ്ത കഥാപാത്രമാണെങ്കിലും അശോകൻ, പിന്നെ നമ്മുടെ സന്ദീപ് പ്രദീപ് ചെയ്തിരിക്കുന്ന കഥാപാത്രം, പിന്നെ ബിനു പപ്പു, നരീൻ, ഇവരൊക്കെ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഭയങ്കര ഒരു വേറൊരു കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സാണ്. സിനിമ ഒരു മസ്റ്റ് വാച്ചാണ്. കാരണം മറ്റൊന്നുമില്ല, ഭയങ്കര ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ BGM ആൻഡ് സിനിമാറ്റോഗ്രഫി ബൈ ബാഹുൽ രമേശ്, പുള്ളി തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്ററും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരു കിട്ടിലൻ നല്ലൊരു ആംബിയൻസ് നമുക്ക് കിട്ടും സിനിമ കാണുമ്പോൾ. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ആംബിയൻസിലേക്ക് പോകുന്നില്ല, പക്ഷെ നല്ലൊരു ഫീല് കിട്ടുന്നൊരു സിനിമയാണ് നമ്മുടെ ഈ പറയുന്ന എക്കോ. എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്ര എന്താ പറയുക, നന്നായിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ദ ഫൈനസ്റ്റ് സിനിമ ഞാൻ ഈ റീസെൻ്റ്ലി കണ്ടത്. അതാണ് എനിക്ക് എക്കോനെ കുറിച്ച് പറയാനുള്ളത്. നല്ല എഴുത്ത്, നല്ല പ്രസൻറ്റേഷൻ, നല്ല സിനിമ.